ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് എങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതാണ് എൻ്റെ അളവ് ബ്ലൗസ്. നമുക്കിത് സെയിം ആണ് തയ്ക്കേണ്ടത്. ഈ പഫ് ഹാൻഡ് എല്ലാം നമുക്ക് സെയിം ആണ് കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഇതേ അളവിൽ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് അടുത്തൊരു ബ്ലൗസ് തയ്ക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ അളവ് ബ്ലൗസ്. ഇത് ഈ പഫ് ഹാൻഡ് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടി നീളം കൊടുക്കണം നമുക്ക്. അപ്പോൾ ഈ അളവ് എത്രയാണോ അളവിൽ നിന്ന് നീട്ടിയാണ് നമ്മൾ ഫസ്റ്റ് ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഈ അളവ് 5.5 അപ്പോൾ നമുക്കൊരു 6.5 ഇഞ്ച് നീളം വേണം കൈക്ക്. അപ്പോൾ കൈ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു. നമുക്ക് ബ്ലൗസിന് 1 മീറ്ററാണ്. അത് എത്രമാത്രം നമുക്ക് സ്പേസ് വിട്ടെടുക്കാമോ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എനിക്കിപ്പം ഇത് ബോർഡർ എനിക്ക് വേണം. സോ ഞാൻ ഈ 2 ബോർഡറും ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. 2 ബോർഡർ. ഇപ്പം നമുക്ക് വണ്ണം ഉള്ള ആൾക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ട് നമുക്ക് 2 ആയിട്ടിട്ട് 2 കൈയും, ഒരു കൈ ഇത് ഒരു കൈ ഇത്, ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സ്ലീവ് ലെങ്ത് വന്നിട്ട് എക്സ്ട്രാ ഇടേണ്ട ഇതുകൊണ്ട് 6.5 ഇഞ്ചാണ് എനിക്ക് സ്ലീവ് ലെങ്ത്. ഞാൻ 1/2 ഇഞ്ചോടെ സീം അലവൻസോടെ ചേർത്ത് ഒരു 7 ഇഞ്ചാണ് ഞാൻ കൈ ഇതിൽ മാർക്ക് ചെയ്യുന്നത്. പഫ് ഹാൻഡാണ്, അതുകൊണ്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. നമുക്ക് ആം ഹോൾ വന്നിട്ട് 5.5 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ. 5.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് 2.5 ഇഞ്ച് എടുക്കാം താഴോട്ട് കൈക്കുഴി വെട്ടാൻ വേണ്ടിയിട്ട്. കൈ റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 6 ഇഞ്ചാണ് നമുക്ക് കൈ റൗണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. കുറച്ച് വളച്ച് ഇങ്ങനെ നീട്ടി എടുക്കാം. ഇതിനെ നമുക്ക് ഇങ്ങനെ എടുക്കും. ഇതിന് കുറച്ച് പഫ് ഹാൻഡല്ലേ, അപ്പോൾ നമുക്ക് എത്ര സ്പേസ് കിട്ടുന്നോ അത്ര സ്പേസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഇതുവരേക്കും പഫ് കൊടുക്കണം. അത് നമുക്കിവിടെ ഒരു കട്ട് കൊടുക്കാം. ഇതുവരെ പഫ് കൊടുക്കേണ്ട ഇടം മാത്രം നമുക്ക് ലൈറ്റ് ഒരു കട്ടിങ് കൊടുക്കും. അപ്പോൾ ഇത് സ്ലീവായി. നമുക്കിവിടെ ഒരു മുട്ടപ്പിന്നെ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് മൂവായിട്ടേ ഇരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അളവ് ബ്ലൗസിനെ കറക്റ്റ് ഷോൾഡറെല്ലാം പിടിച്ച് കറക്റ്റാണ് നമ്മൾ മടക്കി എടുക്കുക. ഇതിൻ്റെ ലെങ്ത് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. ഉള്ളോട്ട് വയ്ക്കണം, ഫ്രണ്ടിനൊക്കെല്ലാം ഉള്ളോട്ട് വെച്ച്. ബായ്ക്കാണ് നമ്മൾ ഫസ്റ്റ് വെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഷോൾഡറെല്ലാം നമുക്ക് പിടിച്ചിങ്ങനെ വയ്ക്കണം. ഒരിക്കലും നമുക്ക് ഇങ്ങനെ വെച്ച് വെട്ടരുത്, അങ്ങോട്ട് വിരിക്കുകയും ചെയ്യരുത്. കറക്റ്റ് സ്ട്രെയിറ്റാണ് പിടിച്ച് ഇതിനൊക്കെ കറക്റ്റ് ഇങ്ങനെ വെച്ച് വേണം നമുക്ക് വെട്ടാൻ. ഇവിടെ നമുക്ക് സ്പേസ് വിട്ടിരിക്കുന്നത് മടക്കി അടിക്കാനായിട്ടുള്ള സ്പേസാണ്. ഇതിലിരിക്കുന്ന ഷോൾഡർ നമുക്കിതിൽ മാർക്ക് ചെയ്യാം. ഇവരുടെ നെക്ക് ഇതാണ്. എനിക്ക് ഇവരുടെ നെക്കിൻ്റെ ലെങ്ത് വന്നിട്ട് 7 ഇഞ്ചാണ്. ഇത് നമ്മൾ കറക്റ്റ് പിടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും 7 ഇഞ്ചാണ്. ഇതിന് അവർക്ക് ഒരു 3/4 ഇഞ്ചോടെ കൂട്ടിയിടണമെന്നാണ് കസ്റ്റമറിൻ്റെ ഓർഡർ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ വരച്ചിട്ട് ഈ ആം ഹോളിൻ്റെ ഇതും നമ്മൾ ജസ്റ്റ് റഫായിട്ടൊന്ന് മാർക്ക് ചെയ്യുവാനല്ല, ഫസ്റ്റ് റഫായിട്ടെല്ലാം മാർക്ക് ചെയ്യണം. അടുത്ത് നമ്മുടെ ഇവരുടെ ആം ഹോൾ നമ്മൾ 5.5 നമുക്കിത് സ്ട്രെയിറ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അവർ ആം ഹോൾ കിട്ടും. 5.5 അവരുടെ ആം ഹോള്. ഇവരുടെ നെക്ക് ലെങ്ത് വന്നിട്ട് 7, 3/4 ഇഞ്ച് നമ്മൾ കൂട്ടിയിടാം. അപ്പോൾ 7 ഇഞ്ച് എന്നുള്ളത് എനിക്ക് 3/4 ഇഞ്ച് ഞാൻ കൂട്ടിയിടുമ്പോൾ 7.25. നിങ്ങൾക്ക് എത്രയാണോ നെക്ക് ലെങ്ത് വരുന്നത് അത്രയും നിങ്ങൾ കൂട്ടിയിടും. നമ്മൾ ഈ റഫായിട്ട് വരച്ച് അളവില്ല സ്ക്വയർ വരയ്ക്കുക. അടുത്ത് നമുക്കിതൊരു 2.25 അവരുടെ ഷോൾഡർ ലെങ്ത്. അത് നമുക്ക് കുറച്ചൊരു 4 ഇഞ്ചോടെ കൂട്ടി നമുക്കത് 2.5 ഇഞ്ച് ആക്കും.
2.5 ഇഞ്ച്. ഇതിൽ നിന്ന് നമുക്ക് അവരുടെ ആം ഹോൾ വന്നിട്ട് 5.5 ആണ്. 5.5 മാർക്ക് ചെയ്യാം. അടുത്ത് ഈ മുക്കിലിരുന്ന് നമുക്കൊരു 2 ഇഞ്ച് കൊടുക്കാം. അത് ചെസ്റ്റ് മെഷർമെൻറ്റിലേക്ക് ചേർത്ത് കർവായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇനി ഈ നെക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. എനിക്കൊരു യു ഷേപ്പ് പോലെയാണ് വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് എത്ര വിട്ട് വേണം അത്രയും വിട്ടിലെടുത്ത് നമ്മൾ വരയ്ക്കും. യു പോലെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണം. ബിക്കോസ് ഇതിൽ വന്ന് നമുക്ക് സ്റ്റിച്ച് നിൽക്കണം. അതുകൊണ്ട് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വിട്ടാണ് നമ്മളതിനെ കട്ട് ചെയ്യാൻ പോകുന്നത്. ബ്ലൗസിൻ്റെ ബാക്കായി. ഇനി നമുക്ക് ബാലൻസ് ഉള്ള പീസിന് ഫ്രണ്ട് പാർട്ട് വെട്ടാം. ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പീസ് അങ്ങനെ എടുത്തിട്ട് വയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് നെക്ക് വിത്ത് ഷോൾഡറും കറക്റ്റായി വരും. ജസ്റ്റ് ഇതിൽ മാർക്ക് ചെയ്യുക. ഇത്രയും മാത്രം മാർക്ക് ചെയ്യണം. ഈ പാർട്ട് നമുക്കൊരു ജസ്റ്റ് ഇത്രയും മാർക്ക് ചെയ്യുക. അടുത്ത് ഷോൾഡർ ലൈനില്ലേ, ഈ ഷോൾഡർ ലൈനെ നമ്മൾ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇത്രയും മാർക്ക് ചെയ്യണം. ഏതാണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ഇടം സ്റ്റിച്ച് ചെയ്യേണ്ട ഇടമാണ് നമ്മളിതിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൽ അളവ് ബ്ലൗസിൻ്റെ ഇപ്പം നമുക്ക് നെക്ക് വിട്ടും കിട്ടി ഷോൾഡറും കിട്ടി. ഇനി നമുക്ക് അളവ് ബ്ലൗസിലുള്ള നെക്ക് ലെങ്താണ് എടുക്കണം. നെക്ക് ലെങ്ത് പറയുന്നത് ഇത് വെച്ച് നമുക്കറിയാം 6.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത്. കറക്റ്റ് 6.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത്. അപ്പോൾ നമുക്ക് ഈ 6.5 ഇതിലേക്ക് മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഇടമാണ്. ഇത് നമുക്ക് സ്റ്റിച്ചിങ് വരേണ്ട ഇടം. അപ്പോൾ ആ ഇടത്തിലിരുന്നാണ് നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വെച്ച് വരയാം. ഈ റൗണ്ട് വേണമെങ്കിൽ നമുക്ക് വെച്ച് വരയണമെന്നുള്ളവർക്ക് കറക്റ്റ് ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ചിലർക്ക് വന്ന് കുറച്ചുകൂടെ ഷേപ്പ് വേണം, ഇവിടെ കുറച്ചുകൂടെ വൈഡായിട്ട് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് ഈ സ്ക്വയർ പീസിനകത്ത് തന്നെ നമുക്ക് ഒരു റൗണ്ട് വരച്ചെടുക്കാം. കുറച്ച് വൈഡായിട്ട് വേണമെന്ന് പറയുന്നവരുണ്ട് നെക്ക്, ഫ്രണ്ട് നെക്ക് പറയുന്നവർക്ക് നമുക്ക് ഇങ്ങനെ വളച്ച് വരച്ചെടുക്കാം. അടുത്ത് അവരുടെ ആം ഹോൾ വന്നിട്ട് 5.5 അതും ഇത് കട്ടിങ് ഇടമാണ്. നമുക്കിതിലാണ് മാർക്ക് ചെയ്യണം 5.5 ഇഞ്ച്. 5.5 അവരുടെ ആം ഹോൾ. നമ്മൾ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഡോട്ട് വരുന്നത് കൊണ്ട് നമുക്ക് 5.5 എന്നുള്ളത് 5.25 എടുക്കണം. 1/4 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ഫ്രണ്ടിലെടുക്കണം. ബാക്കിൽ 5.5 എടുക്കാവുള്ളൂ. ഫ്രണ്ടിൽ വന്നിട്ട് 5.25, അത് മറക്കരുത്. അടുത്ത് നമ്മൾ ബാക്കിൽ ഇവിടെ മുക്കിലിരുന്ന് 2 ഇഞ്ചാണ് കൊടുത്തത്. ഫ്രണ്ടിൽ നമുക്ക് 1.5 ഇഞ്ചാണ് കൊടുക്കണം. ഇനി ഇതിൻ്റെ നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് ഉണ്ടല്ലേ, ഈ ചെസ്റ്റിനെ ഒന്ന് അളന്ന് നോക്കണം. ഒരു 10 ഇഞ്ച് വരണുണ്ട്. ഇത് വലിച്ചിവിടെ ഒരുപാട് പിടിച്ച് വലിക്കരുത്. നമ്മൾ നോർമലായിട്ടുള്ള ഒരു അളവിൽ 10 ഇഞ്ച് തന്നെ വരുന്നുണ്ട്. ഈ 10 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യണം. ഇതാ ഇവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ 1.5 ഇഞ്ചിനെ നമുക്ക് ഇതിനോട്ട് യോജിപ്പിച്ച് വിടണം. ബാക്കിൽ നമുക്ക് കുറച്ച് നമ്മൾ വൈഡായിട്ടാണ് എടുത്ത് ഇവിടെ നമുക്ക് കുഴിച്ചാണ് വരണം. ഇല്ലെങ്കിൽ നമുക്കവിടെ ഫ്രണ്ടിൽ വന്നിട്ട് കുഴിവ് വരും. ബ്ലൗസിന് കുറച്ച് ചുരുങ്ങി നിൽക്കും പോലെ വരും. ആ ചുരുങ്ങി നിൽക്കുന്ന പോലെ വരാതിരിക്കാനാണ് നമ്മളിവിടെ കുഴിച്ചിങ്ങനെ വെട്ടുന്നത്. 1.5 ഇഞ്ച്. ഇനി അടുത്ത മെഷർമെൻറ്റ് ഇതിലിരുന്ന് പട്ട വരെ കൊടുത്തിട്ടില്ലേ, ഇത് 3.25, 5.5. ഫസ്റ്റ് അതേ മാർക്ക് ചെയ്ത് കാണിക്കാം ഞാൻ. ഫസ്റ്റ് 3.25. ആ 3.25 നമുക്ക്
ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി ഞാൻ ഒരു 4.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യണം. കാരണം അവർക്കത് ഇറക്കം വേണം, ഈ ഒരു പാർട്ട് അവർക്ക് കുറച്ചുകൂടി ഇറക്കം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു കുറച്ചുകൂടി ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, 4.5 ഇഞ്ച്. ഈ അളവ് നമ്മൾ ഒരിക്കലും കൂട്ടരുത്. അളവ് ബ്ലൗസിൽ കിടക്കുന്ന അതേ അളവ് നമ്മൾ കൊടുക്കണം. കാരണം ഇത് കൂടിപ്പോയാൽ നമുക്കിവിടെ ചുരുങ്ങി കയറും. അതുകൊണ്ട് നമുക്കിവിടെ 5.25 ഇഞ്ച് കൊടുക്കാം. നമുക്ക് ഈ എൻഡിലുള്ള മെഷർമെൻറ്റ് 5.5 ഇഞ്ച് കൊടുക്കാം. അടുത്ത് ഈ സെൻറ്ററിലുള്ളത് എപ്പോഴും ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ടേപ്പ് പിടിച്ചിട്ട് വലിച്ചു പിടിക്കണം. നമുക്ക് കറക്റ്റ് വലിച്ചു പിടിച്ചാലേ അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടുള്ളൂ. സോ ഇത് വലിച്ചു പിടിക്കുമ്പോൾ 12 എനിക്ക് കിട്ടുന്നത്. ആ 12 ഇഞ്ച് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് മാർക്ക് ചെയ്യുന്നത്. അത് സീം അലോൺസ് അല്ല, ഈ 12 ഇഞ്ചാണ് അവർക്ക് ഇതിൽ വരണം. പക്ഷെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ഡോട്ട് പിടിക്കുമ്പോൾ വീണ്ടും ഇവിടെ കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഇവിടെ 12. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അതിന് 1/2 ഇഞ്ച് കൂട്ടി വേണം ഇവിടെ കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കയറി നിൽക്കും. അതുകൊണ്ട് ഇതാണ് മാർക്ക്. അപ്പോൾ ഈ 3 പോയിന്റ് നമുക്ക് ചേർത്ത് ഒരു ലൈൻ വരയ്ക്കണം. കറക്റ്റ് ചെരിച്ച് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു ജസ്റ്റ് നമ്മൾ നേരെ താഴേക്ക് വരയ്ക്കുക. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് നമ്മളൊരു ഉദ്ദേശം, ഞാൻ സീം അലോൺസ് ഇത്രയും വിടുവാണ്. ബിക്കോസ് നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്കിവിടെ സ്പേസ് കിട്ടാതെ വരും. അതുകൊണ്ട് എത്ര സ്പേസ് നമുക്ക് വിടുന്നോ 2 ഇഞ്ചോ 3 ഇഞ്ചോ കിട്ടി. ലാസ്റ്റ് വേണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് സീം വിട്ടുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ എക്സ്ട്രാ എപ്പോഴും അവിടെ ഇട്ടിരിക്കണം. ഇതിൽ നമ്മൾ കട്ട് ചെയ്യുന്ന പാർട്ട് വന്നിട്ട് കുറച്ച് താഴോട്ടാണ് കട്ട് ചെയ്യുക. 1/2 ഇഞ്ച് വിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഈ ലൈൻ ഞാൻ വരച്ചില്ലേ, ആ ലൈൻ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. ഇതിലേക്ക് കൊണ്ടുവരാം. ഈ ലൈനെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ലൈനാണ്. ഇതാ അങ്ങനെ കൊണ്ടുവരാം. ഇനി നമുക്കിതിൽ വരയ്ക്കാനുള്ളത് കപ്പാണ്. ബ്ലൗസിൻ്റെ കപ്പ് മാർക്ക് ചെയ്യണം. കപ്പ് മാർക്ക് ചെയ്യേണ്ടത് ഇതിന് നമുക്ക് ഈ ഒരു അയൂക്ക് പാർട്ട് വരുമല്ലേ, ഈ ഒരു കൊളുത്ത് പാർട്ട് വരും. ഈ ഒരു കൊളുത്ത് പാർട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് നേരെ താഴേക്ക് മാർക്ക് ചെയ്യണം. എപ്പോഴും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ടേ നമ്മൾ ഇതിൽ നിന്ന് മാർക്ക് ചെയ്യുള്ളൂ. ഫസ്റ്റ് നമ്മുടെ ഡോട്ട് എടുത്ത് വന്നിട്ട് ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് വിടുത്തുണ്ട്. ആ 2.5 ഇഞ്ച് നമ്മളിങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് കറക്റ്റായി മാർക്ക് ചെയ്യണം. ഈ 2.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ 1 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. അടുത്ത് നമ്മുടെ മെയിൻ ഡോട്ട് ഈ സെൻറ്റർ ഷോൾഡറിലിരുന്ന് നമ്മുടെ ഈ ഡോട്ട് ഉണ്ടല്ലോ കറക്റ്റായി ഡോട്ട് പോയിന്റിൽ പിടിക്കണം. ഡോട്ട് പോയിന്റിൽ പിടിച്ച് നമുക്ക് ഈ ഡോട്ട് പോയിന്റ് അതും വലിച്ചാണ് പിടിക്കണം. അപ്പോഴേ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ. കറക്റ്റ് ഡോട്ട് പോയിന്റ് നമുക്ക് വലിച്ച് പിടിക്കുമ്പോൾ 9.5 കിട്ടുന്നത്. സോ ഈ ഷോൾഡർ ഇതിലിരുന്ന് ഈ സെൻറ്ററിലിരുന്ന് ഷോൾഡറിൽ നിന്ന് കറക്റ്റ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. സ്ട്രെയിറ്റ് മാർക്ക് ചെയ്ത് ഇതിൽ നിന്ന് ഈ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലേ 1 ഇഞ്ചിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ മെയിൻ ഡോട്ട്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യും. ഈ 2 ഇഞ്ചിനെ നേരെ മുക്കായിട്ട് വരച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ചരിച്ചെടുക്കണം. ഇതിൽ നിന്ന് നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റി കൊടുക്കാം. നമുക്ക് അല്ലെങ്കിൽ കപ്പ് തികയാതെ വരും. 2.5 ഇഞ്ച് വരെ കൊടുക്കാം. അപ്പോഴേ കപ്പ് കറക്റ്റായി കിട്ടുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് 1.5 ഇഞ്ച്. ഈ 1.5 ഇഞ്ച് നമുക്ക് ഈ സെൻറ്റർ പോയിന്റിൽ നിന്നായിരിക്കണം വരേണ്ടത്. ഈ ഒരു കപ്പാണ് നമുക്കിത് അങ്ങനെ വരേണ്ടത്. അടുത്ത് ഇതിലേക്ക് നമുക്കൊരു ഡോട്ടോടെ വരയ്ക്കും. അപ്പം തന്നെ കപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ കട്ട് ചെയ്ത് ബാക്ക് ഫ്രണ്ട് കൈ
ഇത്രയാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് പട്ടയാണ് വേണം. അടുത്ത ബ്ലൗസിൻ്റെ ഈ പട്ട ഉണ്ടല്ലോ, ഈ പട്ടയാണ് നമുക്ക് അളക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് 2 സൈഡിലുള്ള പട്ടയുടെ നീളവും നമ്മൾ ഫസ്റ്റ് അളക്കണം. അപ്പോഴേ കറക്റ്റ് കിട്ടുള്ളൂ. നമുക്ക് ഒരു സൈഡിൽ 7.5 ഉണ്ട്, ഒരു സൈഡിൽ 8.5 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം നമുക്ക് ഇതാണ് 2 പീസ്. ഇതിൻ്റെ നീളം നമുക്ക് ഇവിടെ 8.5 ഉണ്ട്, ഇവിടെ 7.5 ഉണ്ട്. അപ്പോൾ 8.5 നമ്മൾ അതല്ലേ കൂടി നിൽക്കുന്നത്. ആ മെഷർമെൻറ്റിൽ നിന്ന് നമുക്ക് 2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് മാർക്ക് ചെയ്യണം. 9.5, 10, 11 ഇരിക്കട്ടെ. അപ്പോൾ എക്സ്ട്രാ എത്ര കിടന്നാലും നമുക്ക് കുഴപ്പമില്ല. വേണമെങ്കിൽ ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് വിടാം. അപ്പം നമ്മൾ പട്ടയുടെ നീളം കട്ട് ചെയ്ത് ഫസ്റ്റ്. അടുത്ത് നമുക്ക് ഈ പട്ടയുടെ വീതി ഫസ്റ്റ് 3.4 സെൻറ്റർ ഡോട്ടിലിരുന്ന് താഴോട്ട് അത് 3.4 അത് 3 ഇഞ്ച് തന്നെ വരും. 3.4 തന്നെ വരുന്നുണ്ട്. ചിലർക്ക് വന്നിട്ട് സ്ട്രൈറ്റ് പട്ടയാണ്, ചിലർക്ക് വന്നിട്ട് കർവായിട്ട് വരും. അവരുടെ ബ്ലൗസിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ തെച്ച് കൊടുത്താൽ നമുക്ക് അവർക്ക് ആ ബ്ലൗസ് ഫിറ്റിംഗ് ആയിരിക്കുള്ളൂ. സോ നമുക്കിതിലിരുന്ന് ഈ അളവാണ് ഫസ്റ്റ് ഞാൻ കൊടുക്കണേ. 3.4 എന്നുള്ള അളവിൽ നമുക്കതിൽ മാർക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് ഇവിടെ വളച്ച് വന്നാൽ തന്നെ നമുക്ക് നന്നായിരിക്കും. സോ ഞാനതിന് 3 കൊടുക്കുന്നത്. നമുക്ക് എൻഡിലും 3.4 തന്നെ കൊടുക്കും. പട്ട നമുക്ക് എപ്പോഴും കുറച്ച് വളഞ്ഞ് നിന്നാൽ തന്നെ അതൊരു ഷേപ്പായിട്ട് വരും. ഇങ്ങനെ കുറച്ച് വളച്ച് എടുക്കുക. ഈ ഒരു പീസ് നമുക്ക് നിറയെ അതിൽ സ്പേസ് നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ അടിച്ച് വന്നിട്ട് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വിടാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പട്ടയുടെ പീസ്. അപ്പോൾ നമ്മളെല്ലാ പീസും ഇതിൽ കട്ട് ചെയ്തു. ഇനി സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് പട്ടയാണ്, സ്ലീവാണ്, ഫ്രണ്ട് പാർട്ട്, ബാക്ക് പാർട്ട്. ഇത്രയാണ് നമുക്കിതിൽ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ലൈനിങ് അടിച്ചെടുത്ത ബ്ലൗസ്. ഫസ്റ്റ് നമ്മൾ ലൈനിങ് അടിച്ചെടുത്തു. ഇങ്ങനെ ലൈനിങ് അടിച്ചെടുത്തതാണ് കാണുന്നത്. കട്ട് ചെയ്തിട്ട് നമ്മൾ ലൈനിങ് അടിച്ചെടുത്തത്. ഇത് ബാക്ക് പാർട്ട്. അടുത്ത് ഇത് വന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ കറക്റ്റാ ആ കപ്പെല്ലാം കൊടുത്ത് കറക്റ്റാ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ പൊസിഷനിലാണ് നമ്മൾ ഡോട്ട് മാർക്ക് ചെയ്തിരുന്ന അതേ ഇടത്തിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായി എടുത്തിട്ടുണ്ട്. ഇത് ഉൾവശം. ഇതാണ് കപ്പെല്ലാം കറക്റ്റാണ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു പീസ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് പീസ് വെച്ച് അടിച്ചപ്പുറത്ത് മറിക്കണം. ആ യൂക്കിനും ഇത് ഹുക്കിനും വേണ്ടിയിട്ട്. ഇത് കൈ നമ്മൾ ലൈനിങ് അടിച്ചാണ്. ഇനി ഇതിലിവിടെ ഒരു ലേസ് കൂടി വരും പഫിന്. ഇതാണ് ഇതിൻ്റെ ലൈനിങ് അടിച്ച വീഡിയോ.